രാജ്യത്തിന് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഉണ്ടായ മാറ്റങ്ങൾ ഇവിടുത്തെ ബോധമുള്ള ക്രൈസ്തവ സമൂഹം നോക്കിക്കാണുകയാണ്. രാജ്യത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ പൗരത്വത്തിന് ലോകത്ത് എന്ത് വിലയുണ്ട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു വർഷത്തിൽ 3-4 ചാവേറാക്കണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ കേൾക്കാനും പോലെയില്ല. അപ്പം രാജ്യം സുരക്ഷിതമായി മാറുന്നുണ്ട്, പുരോഗതി പ്രാപിക്കുന്നു, ഇതെല്ലാം ഇവിടെ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഹൈന്ദവ ക്രൈസ്തവ ഐക്യം അല്ലെങ്കിൽ ഒരു രാജ്യസ്നേഹത്തോടെ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ ഇല്ലാതാക്കാനായിട്ട് ചില വാർത്തകൾ ഇവിടെ കൊണ്ടുവന്ന് ബോധപൂർവം സൃഷ്ടിച്ച് ഒരു പ്രൊപ്പഗണ്ട സൃഷ്ടിക്കുന്നു. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരു നഗ്ന സത്യമാണ്. മറ്റാർക്കും പറയാൻ, എൻ്റെ സമുദായത്തിൻ്റെ ഉൾപ്പെടെയുള്ള മത നേതൃത്വത്തിന് അത് പറയാൻ നട്ടലില്ലാത്തതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഇവിടെ ഇപ്പോൾ ഒരു വിഷയം വന്നു, ഇവിടെ ഇപ്പോൾ സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ചൊരു വിഷയം വന്നു. മുസ്ലിം കുട്ടികൾ മാത്രമല്ലല്ലോ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നത്, ആണോ? മദ്രസയിൽ പോകുന്ന കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സമയമാറ്റത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചില സമസ്ത പോലുള്ള മുസ്ലിം മത സംഘടനകളുമായി സംസാരിക്കാൻ പോയത് അല്ലേ? അവിടെ ഏതെങ്കിലും ക്രൈസ്തവ സംഘടനകളെയോ അല്ലെങ്കിൽ ക്രൈസ്തവ നേതൃത്വത്തെയോ അല്ലെങ്കിൽ ഹൈന്ദവ നേതൃത്വത്തെയോ അവർ ഉൾക്കൊള്ളിച്ചോ? അല്ല, അവരുമായിട്ട് ചർച്ച ചെയ്തു? നമസ്കാരം. ചേട്ടാ, ഇപ്പോൾ കാസയുടെ പ്രവർത്തനം മുൻപത്ത് ആരംഭിച്ചിരിക്കുകയാണ്. എന്താണ് സമൂഹത്തിന് കാസ നൽകുന്ന ഒരു സന്ദേശം? അല്ല, കാസ ഇപ്പം മുൻപത്ത് ഒരു യൂണിറ്റ് ആരംഭിക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ കാസയുടെ പ്രവർത്തനം ഈ മുൻപം സമരം അല്ലെങ്കിൽ അതിനു മുമ്പ് തൊട്ട് തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാര്യം ഇവരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇവരിൽ ഒരാളെ പോലെ ഞങ്ങളുടെ പ്രവർത്തകർ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു, ഈ സമയത്തും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്ത് നൽകുന്നത് നമ്മളുടെ സഹോദരങ്ങൾ എവിടെ ഒറ്റപ്പെട്ടാലും അവർക്ക് എന്തൊരു പ്രശ്നം നേരിട്ടാലും അവർക്കൊപ്പം എത്തുക, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ അവർക്കൊപ്പം നിസ്വാർത്ഥമായി നിലകൊള്ളുക, അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോവുക എന്നുള്ളതാണ് ഞങ്ങൾ നൽകുന്ന സന്ദേശം. യഥാർത്ഥത്തിൽ കാസ ഒരു ദേശീയതയെ മുറുകെ പിടിക്കുന്ന ഒരു സംഘടനയാണെന്ന് കാസ എല്ലായിടത്തും പറയുന്നുണ്ട്. ഈ ഭീകരവാദത്തിനെതിരെ ശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംസാരിക്കുന്ന സമയത്ത് കാസയ്ക്ക് ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ തലപ്പത്ത് നിന്ന് പലപ്പോഴായിട്ട് പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ചില വിഷയങ്ങൾ വരുന്നുണ്ട്. ഇതിന് കാസ ഇതുപോലുള്ള പല വേദികളിലും അതിനെതിരെ പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. കാര്യം തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ പദവിക്കനുസരിച്ചാണ് അതിൻ്റെ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നത്. കാര്യം അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ പലരിലും തെറ്റിദ്ധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇവർ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം വർഗീയത ഉണ്ടാക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ കാസയല്ല ഇവിടെ വർഗീയത ഉണ്ടാക്കിയത്, ഇവിടുത്തെ വർഗീയതയാണ് കാസയെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാജ്യത്തിനും സമുദായത്തിനും നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും അങ്ങോട്ട് പോയി യാതൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇവർ പ്രധാനമായും പറയുന്നത് മുസ്ലിം വിരോധം എന്നാണ് പറയുന്നത്. സത്യത്തിൽ കാസയ്ക്ക് മുസ്ലിം വിരോധമില്ല. കാസ എതിർക്കുന്നത് ഈ പൊതുസമൂഹത്തിനും രാജ്യത്തിനും എതിരായി നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനങ്ങളെയും അവർക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന മതനേതൃത്വത്തെയും മാത്രമാണ് എതിർക്കുന്നത്, അല്ലാതെ സാധാരണ മുസ്ലിങ്ങളെയല്ല കാസ എതിർക്കുന്നത്. ഇപ്പോൾ ഒരിക്കൽ കൂടി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം മുഴുവൻ വിഭാഗമാണെങ്കിലും ക്രൈസ്തവ സമൂഹം കൂടി ഇപ്പോൾ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോവുകയാണ്. വലിയ വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളും മുനമ്പം വിഷയം ഒരുപാട് ക്രിസ്ത്യൻ സമൂഹത്തെ സ്പർശിച്ചതിന് ശേഷം നടക്കുന്നൊരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഏത് തരത്തിൽ ക്രൈസ്തവ സമൂഹം ചിന്തിക്കണമെന്നാണ് കാസയുടെ ഒരു നിലപാട്? നിങ്ങളുടെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വ്യക്തിപരമായ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ചെല്ലുമ്പോൾ നിങ്ങളൊരു രണ്ടാം തരം പൗരനെ പോലെ പരിഗണിക്കപ്പെടാതിരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവരെയും പോലെ നിങ്ങളുടെ ന്യായമായ ആവശ്യം സാധിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ മതസ്ഥർക്കും എന്നതുപോലെ നിങ്ങൾക്ക് വേണ്ടിയും ശബ്ദിക്കുന്ന ആളുകളെ തിരഞ്ഞെടുത്ത് അയക്കുവാൻ നിങ്ങൾ തീരുമാനിക്കണം. ഇല്ല എങ്കിൽ നിങ്ങളൊരു അഗതികളെ പോലെ മറ്റുള്ളവരുടെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലുമൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടതായിട്ട് വരും. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രശ്നങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ആളുകളെ തിരഞ്ഞെടുത്ത് അയക്കുവാനായിട്ട് നാം തീരുമാനിക്കണം. അതിനുവേണ്ടി തന്നെ നമ്മുടെ സ്ഥലങ്ങളിലുള്ള യുവതിയുവാക്കളെ പരമാവധി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പ്രേരിപ്പിക്കുകയും അത്തരം ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ട് ഇപ്പോഴേ അതത് വാർഡുകളിൽ അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയുകയും വേണം. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഒരു നഗ്ന സത്യമാണ്. മറ്റാർക്കും പറയാൻ, എൻ്റെ സമുദായത്തിൻ്റെ ഉൾപ്പെടെയുള്ള മത നേതൃത്വത്തിന് അത് പറയാൻ നട്ടലില്ലാത്തതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഇവിടെ ഇപ്പോൾ ഒരു വിഷയം വന്നു, ഇവിടെ ഇപ്പോൾ സ്കൂൾ സമയമാറ്റത്തെക്കുറിച്ചൊരു വിഷയം വന്നു. മുസ്ലിം കുട്ടികൾ മാത്രമല്ലല്ലോ ഇവിടെ സ്കൂളിൽ പഠിക്കുന്നത്, ആണോ? മദ്രസയിൽ പോകുന്ന കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്
ഇപ്പോൾ ഈ സമയമാറ്റത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചില സമസ്ത പോലുള്ള മുസ്ലിം മത സംഘടനകളുമായി സംസാരിക്കാൻ പോയത് അല്ലേ? അവിടെ ഏതെങ്കിലും ക്രൈസ്തവ സംഘടനകളെയോ അല്ലെങ്കിൽ ക്രൈസ്തവ നേതൃത്വത്തെയോ അല്ലെങ്കിൽ ഹൈന്ദവ നേതൃത്വത്തെയോ അവർ ഉൾക്കൊള്ളിച്ചോ? അല്ല, അവരുമായിട്ട് ചർച്ച ചെയ്തു? എന്നാൽ ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്നത് ഹൈന്ദവ ക്രൈസ്തവ കുട്ടികളല്ലേ? അപ്പോൾ അവരുടെ അവരെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു സമുദായത്തിലെ ചില 6-ാം നൂറ്റാണ്ടിൽ ഇപ്പോഴും ബസ് നിൽക്കുന്ന ചില ആളുകളുടെ മുന്നിൽ അവരുടെ തീരുമാനത്തിന് വേണ്ടി അവരുമായി ഒരു സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ച നടത്തുക എന്ന് പറയുന്നത് എന്തൊരു അപഹാസ്യമാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ കേരളം എത്തി നിൽക്കുന്നു. അതായത് കാന്തപുരവും സമസ്തയുടെ നേതാവും ഒക്കെ തീരുമാനിക്കുന്നത് പോലെയാണ് കേരളത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് അവസ്ഥയാണ്. അപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞല്ലേ, എവിടെയാണ് തെറ്റ്? അദ്ദേഹം പറഞ്ഞത് പലർക്കും ദഹിക്കാത്ത നഗ്നസത്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടുത്തെ ചില സമുദായ നേതൃത്വം 2026-ലും അതിനു മുമ്പ് നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ നിശബ്ദത പാലിക്കുകയും അല്ലെ അദ്ദേഹം പറഞ്ഞത് വർഗീയതയാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടിയാണ് സംസാരിച്ചതെങ്കിൽ തന്നെയും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളെ ഒട്ടാകെ ബാധിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഇന്നിപ്പോൾ കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നിരവധി ക്രൈസ്തവർ അംഗത്വമെടുത്ത് മുന്നോട്ട് വരുന്നു. നമ്മുടെ ചാനലിലൊക്കെ ഒരുപാട് വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് ഈ മുനമ്പത്ത് പോലും പ്രതിപാദിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ BJP അംഗത്വം സ്വീകരിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് വരുന്നു. ഇതിനെ കാസ ഏത് തരത്തിലാണ് ഇതിനെ കാണുന്നത്? എന്നാൽ ഇതിന് പുറകെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവർത്തനം എന്തായിരിക്കും? അല്ല, ഇത് എന്ന് വെച്ചാൽ രാജ്യത്തിന് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഉണ്ടായ മാറ്റങ്ങൾ ഇവിടുത്തെ ബോധമുള്ള ക്രൈസ്തവ സമൂഹം നോക്കിക്കാണുകയാണ്. രാജ്യത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ പൗരത്വത്തിന് ലോകത്ത് എന്ത് വിലയുണ്ട്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഒരു വർഷത്തിൽ 3-4 ചാവേറാക്കണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ കേൾക്കാനും പോലെയില്ല. അപ്പം രാജ്യം സുരക്ഷിതമായി മാറുന്നുണ്ട്, പുരോഗതി പ്രാപിക്കുന്നു, ഇതെല്ലാം ഇവിടെ നോക്കിക്കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഹൈന്ദവ ക്രൈസ്തവ ഐക്യം അല്ലെങ്കിൽ ഒരു രാജ്യസ്നേഹത്തോടെ ആളുകൾ മുന്നോട്ട് വരുമ്പോൾ അതിനെ ഇല്ലാതാക്കാനായിട്ട് ചില വാർത്തകൾ ഇവിടെ കൊണ്ടുവന്ന് ബോധപൂർവ്വം സൃഷ്ടിച്ച് ഒരു പ്രൊപ്പഗണ്ട സൃഷ്ടിക്കുന്നു. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാസയുടെ പ്രവർത്തനം എങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കണോ? അതിൻ്റെ നിങ്ങളിലേക്ക് വരുന്ന ആളുകളിലേക്ക് എണ്ണം വലിയ രീതിയിൽ വർധനമുണ്ടോ? തീർച്ചയായിട്ടും ഓരോ ദിവസവും ഞങ്ങളിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പക്ഷേ ഞങ്ങളങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി ഇതിലേക്ക് ആളുകളുടെ എണ്ണം കൂട്ടണമെന്ന് ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന, ഞങ്ങളുടെ ആശയങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന സത്യസന്ധരെന്ന് തോന്നുന്ന ആളുകളെ മാത്രമേ ഞങ്ങൾ യഥാർത്ഥ അംഗങ്ങളായിട്ട് മാറ്റുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ നിലവിലെ നിയോജക മണ്ഡലങ്ങൾ കമ്മിറ്റികൾ രൂപീകരിച്ചു വരികയാണ്. അത് മറ്റു മുന്നണികളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് പേരിന് വേണ്ടിയിട്ട് ഒരു നിയോജകമണ്ഡലം കമ്മിറ്റികളല്ല രൂപീകരിക്കുന്നത്. നാളെ അവിടെ ഒരു വിഷയം ഉണ്ടായാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടായാൽ, തിരഞ്ഞെടുപ്പ് ഉണ്ടായാൽ ഇറങ്ങി ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളെ, അതായത് രാജ്യത്തോടും സമൂഹത്തോടും ക്രിസ്ത്യൻ സമുദായത്തോടും കൂറും ആത്മാർത്ഥതയുമുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ടാണ് അത്തരം കമ്മിറ്റികൾ ഞങ്ങൾ രൂപീകരിച്ചു വരുന്നത്. അത് ഏകദേശം ഒരു 75% കഴിഞ്ഞു. തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏകദേശം ഒരു 120ഓളം നിയോജകമണ്ഡലങ്ങൾ കമ്മിറ്റികൾ ഞങ്ങൾ രൂപീകരിക്കും. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഉണ്ടാവും.